നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് ടെക് വീഡിയോകളാണ് കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായ ഒരു ടൂൾ കിറ്റാണ് ഞങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ബോഷിൻ്റെ GSB 10RE പ്രൊഫഷണൽ എന്ന് പറയുന്ന ഒരു ടൂൾ കിറ്റാണ്. അപ്പോൾ ടൂൾ കിറ്റ് എങ്ങനെ അതിലെ ടൂൾസും അതിനകത്ത് ഇൻബിൽട്ടായിട്ട് ഒരു 100 ആക്സസറീസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ടൂൾ കിറ്റ് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ള, അല്ലെങ്കിൽ ഡ്രില്ലർ എങ്ങനെ ഒരു പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങളിന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഡ്രിൽ കിറ്റ് ഓപ്പൺ ചെയ്യാം. ഇതിൽ വരുന്നത് നമ്മുടെ മെയിൻ ഡ്രില്ലർ കൂടാതെ 100 ആക്സസറീസ് കൂടെ വരുന്നതാണ് ബോഷിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് മെഷർ ടേപ്പ്. അപ്പോൾ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല ക്വാളിറ്റിയുള്ള ഒരു ടേപ്പ് തന്നെയാണ് ബോഷ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ക്രൂ ഡ്രൈവ് ബിറ്റുകളാണ് ഈ വരുന്നത്. ഏകദേശം 10 ബിറ്റ് തന്നെ ഇവിടെ നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് ഇത് സ്ക്രൂ ഡ്രൈവർ ബിറ്റ് ഹോൾഡറാണ്. അത് കഴിഞ്ഞ ഒരു നൈഫ് പ്ലാസ്റ്റിക് ബോഡി വരുന്നതാണ്. നല്ല ഒരു ക്വാളിറ്റിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞത് ഡ്രിൽ ബിറ്റുകളാണ്. അതായത് നമ്മളെ മെറ്റലിലുള്ള ഡ്രിൽ ബിറ്റുകൾ. അത് കഴിഞ്ഞ് കോൺക്രീറ്റ്. ഇത് കഴിഞ്ഞിട്ട് വുഡിൽ ആവശ്യമുള്ള ഡ്രിൽ ബിറ്റുകൾ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡോക്യുമെൻറ്റ്സിൽ വാറണ്ടി കാർഡ്, കുറച്ച് ഇത് നമ്മുടെ നൈഫിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും, ബാക്കി വാറണ്ടി മോഡലും വാറണ്ടി കോൺടാക്റ്റ് നമ്പറും ഒക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ച് സ്ക്രൂസും അതിൻ്റെ ഫിഷേഴ്സും, അതെല്ലാം ഒരു നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള ഫിഷർ തന്നെയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ വരുന്നത് നട്ട്സ്. അതായത് നമ്മുടെ നട്ട്സ് ലൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ടൈറ്റ് ചെയ്യാനോ ഒക്കെയുള്ള അത് കണക്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സപ്പോർട്ടിങ് ടൂളുണ്ട്. അത് കഴിഞ്ഞിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ നട്ട്സ് അല്ലെങ്കിൽ ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനുമുള്ള ടൂൾസ്. അത് കഴിഞ്ഞ ഒരു പ്ലെയർ, ഒരു കോമ്പിനേഷൻ പ്ലെയർ കൂടെ വരുന്നുണ്ട്. അതും അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി തന്നെയുള്ള ബോഷിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് ടൂൾസ് എല്ലാം. അത് കഴിഞ്ഞിട്ടൊരു ഹാമറുണ്ട്. ഹാമറും നല്ലൊരു സയൻറ്റിഫിക് രീതിയിൽ ഉള്ള ഒരു നല്ലൊരു ഹാമർ തന്നെയാണ് ഇതിൽ കൂടെ വരുന്നത്. അത് കഴിഞ്ഞ് ലെവൽ, നമുക്ക് ഇപ്പോൾ വീട്ടിലെ ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ ഫോട്ടോസോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രെയിം ചുവരിൽ വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ലെവലൊക്കെ നോക്കാൻ വേണ്ടിയോ എന്ത് ഐറ്റംസ് ആയിരുന്നാലും ഒരു ലെവലൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിലാണ് നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയുള്ള ഒരു ലെവൽ. അപ്പോൾ ഇതിൽ അടുത്ത് വരുന്നത് ഒരു അഡ്ജസ്റ്റബിൾ സ്പാനറാണ്. നമുക്ക് ലെവൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു പാകത്തിനാണ് അഡ്ജസ്റ്റബിൾ സ്പാനർ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കോമൺ ആയിട്ട് വരുന്നതിനകത്ത് ഈ ഒരു ബാക്കിയുള്ള കമ്പനികളിൽ ഇതിൽ ഇങ്ങനെ ടൈപ്പ് സ്പാനർ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഇത് ബോഷിൻ്റെ ഒരു നല്ലൊരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻ ഇതാണ് നമ്മുടെ ഡ്രില്ലിംഗ് മെഷീനായി വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് അതായത് ചെറിയ പർപ്പസുകൾക്ക്, അതായത് സ്ക്രൂ ടൈറ്റിങ്, സ്ക്രൂ റിലീസിങ്, അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് ഒരു വുഡിലൊക്കെ 20 mm, മെറ്റലിലൊക്കെ ഒരു 8 mm. അപ്പോൾ നമുക്ക് ഡ്രില്ലിംഗ് മെഷീന് നോക്കാം. അപ്പോൾ മെഷീനിൽ വരുന്നത് മെയിനായിട്ട്
ഇത് ഡയറക്ഷൻ സ്വിച്ചാണ്. അതായത് നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഈ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കുക, ക്ലോക്ക് വൈസ് ആണെങ്കിൽ പ്രസ് ചെയ്ത് വയ്ക്കുക. അതായത് നമുക്ക് സ്ക്രൂ ടൈറ്റ് ചെയ്യുന്നതിനൊക്കെ ആണെങ്കിൽ ഈ ബട്ടൺ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രൂ ടൈറ്റ് ചെയ്യാനോ അതുപോലെ ഡ്രില്ലിങ് ആവശ്യത്തിന് വേണമെങ്കിൽ ഈ സ്വിച്ച് ഡൗൺ ചെയ്ത് വയ്ക്കുക. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് സ്ക്രൂ ലൂസ് ചെയ്യാനോ അൺസ്ക്രൂ ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ടുള്ള പർപ്പസിനാണ് ഈ സ്വിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്പീഡ് അഡ്ജസ്റ്റാണ്. അതായത് ഇവിടെ ലോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മളെ സ്പീഡ് അഡ്ജസ്റ്റാണ്. അതായത് ബിറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മെഷീൻ്റെ റൊട്ടേറ്റിങ് സ്പീഡിനെ നിയന്ത്രിക്കുന്ന ഒരു ബട്ടണാണ് ഈ വരുന്നത്. ഇതായത് നോർമൽ ഡ്രില്ലിങ് ഇതാണ്. ഇങ്ങനെ ഇങ്ങോട്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഈ സ്വിച്ച് റൈറ്റ് സൈഡിലേക്ക് നീക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ ഡ്രില്ലിങ്ങും, അതായത് ലെഫ്റ്റിലേക്ക് നിരക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹാമർ ഡ്രില്ലിങ്ങും, അതായത് ഇത്തിരി കൂടെ പുഷ് കൊടുത്തിട്ടുള്ള ഒരു ഡ്രില്ലിങ്ങിനൊക്കെ ഇതാണ് ചെയ്യേണ്ടത്. നമ്മൾ നോർമൽ സ്ക്രൂ ടൈറ്റിങ്ങിനോ അല്ലെങ്കിൽ സ്ക്രൂ അൺറിലീസിങ്ങിനോ ഒക്കെ ഇത് കൊടുത്തിട്ട് ഈ സൈഡിലേക്ക് വെച്ചിട്ട് ഇവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡ്രില്ലിങ് മെഷീൻ്റെ പവറിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ, അതായത് ഇത് ഒരു എൻട്രി ലെവൽ മെഷീനാണ്. അതായത് നമുക്ക് ഒരു വുഡിലൊക്കെ ഏകദേശം ഒരു 20 mm വരെ മാത്രമേ ഈ ഡ്രില്ല് യൂസ് ചെയ്യാൻ പറ്റൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെറ്റൽ പീസൊക്കെ വരികയാണെങ്കിൽ 8 mm വരെയും, അത് കഴിഞ്ഞാൽ കോൺക്രീറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ 10 mm വരെ. നമുക്ക് വലിയ പർപ്പസ്, അതായത് ഒരു ചുവരൊക്കെ തുറന്ന് അപ്പുറത്ത് വരാനുള്ള സാഹചര്യത്തിനൊന്നും ഈ ഡ്രില്ല് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു എൻട്രി ലെവൽ അല്ലെങ്കിൽ നോർമൽ ഒരു ടെക്നീഷ്യന് വേണ്ടി സ്ക്രൂ ടൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഹോൾസൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ലെവലിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അതായത് ഒരു ഡ്രില്ലർ മാത്രമാണ് ഇത്. എൻട്രി ലെവലിൽ ഉള്ള ഒരു ഡ്രില്ലിങ് മെഷീൻ ആണിത്. ഇതിനെ ഒരു അതായത് നമ്മുടെ ഒരു നോർമൽ പർപ്പസ് ഒരു വീട്ടിൽ, അതായത് ഒരു വീട്ടിലെ ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ, അതായത് ഇപ്പോൾ പ്രൊഫഷണൽസിനല്ല, നമ്മൾ സ്റ്റാർട്ടിങ് വർക്കൊക്കെ പഠിച്ചു വരുന്നവർക്കോ എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ബോഷിൻ്റെ GSB 10RE പ്രൊഫഷണൽ എന്ന് പറയുന്ന മോഡൽ ഡ്രില്ലർ. അപ്പോൾ നമുക്ക് ബിറ്റ് ഫിക്സ് ചെയ്യുന്ന പ്രൊസീജിയർ നോക്കാം. അതിൻ്റെ ഏറ്റവും തൊട്ട് പുറകിലായിട്ട് അലൻ കീ, അതായത് നമുക്ക് ബിറ്റ് ഫിക്സ് ചെയ്യുന്നതിനുള്ള കീ പുറകിലായിട്ട് തന്നെ കാണും. അത് അപ്പോൾ നമുക്കിതിനെ ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക. ലൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ബിറ്റ് ഫിക്സ് ചെയ്യുക. ഇപ്പോൾ വുഡിനുള്ള ബിറ്റാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. എന്നിട്ട് ജസ്റ്റ് ഇവിടെ ടൈറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഓരോ സൈഡിലും അത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബിറ്റ് ഫിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ സൈഡിലും 3 പോയിൻ്റുണ്ട്. 3 പോയിൻറ്റിലും ഈക്വലായിട്ട് ഫിക്സ് ചെയ്യുക. അത് നമ്മൾ നോർമലായിട്ട് ഒരു അല്ലെങ്കിൽ ഒരു ഈക്വലാക്കുക എന്നുള്ളൊരു പ്രൊസീജിയറാണ്. നമ്മൾ ഒറ്റ സൈഡ് മാത്രം ടൈറ്റ് ചെയ്ത് കളയരുത്. അതായത് കമ്പനി തന്നെ അവരുടെ പ്രൊസീജിയറിൽ പറയുന്നൊരു കാര്യമാണ് ഈക്വലായിട്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യം. അപ്പോൾ അതിനെ ഫോളോ ചെയ്ത് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡ്രില്ല് ചെയ്ത് നോക്കാം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം. അപ്പോൾ വളരെ നല്ലൊരു, അതായത് സ്ട്രോങ് പെർഫോമൻസ് ഉണ്ട്. അതായത് മഹാഗണിയുടെ ഒരു പീസാണിത്. അതായത് സ്ട്രോങ് പീസാണ്. അതിൽ തന്നെ വളരെ ഈസി ആയിട്ട് ബിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. നല്ലൊരു സ്ട്രോങ് ഫീൽ തന്നെ അതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത് സ്ക്രൂ ഡ്രൈവറിൻ്റെ ബിറ്റ് ഫിക്സ് ചെയ്യുന്ന പ്രൊസീജിയറാണ്. നമ്മളൊന്ന് ലൂസാക്കി വയ്ക്കുക, മാക്സിമം പുറകിലേക്ക് ഇറങ്ങുക, അവിടെ കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുക. അത് ചേർന്നിരിക്കുന്ന തരത്തിൽ ഫിക്സ് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈക്വലായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള സ്ക്രൂ ഡ്രൈവ് ബിറ്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ബിറ്റ് ഹോൾഡർ ഫിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബിറ്റ് ഇവിടെ ഫിക്സ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള സ്ക്രൂ എവിടെയാണോ അതുള്ളത് ഫിക്സ് ചെയ്യാൻ വേണ്ടി.
അപ്പോൾ നമുക്ക് സ്ക്രൂ ടൈറ്റ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഡയറക്ഷനുണ്ട്. അപ്പോൾ സ്ക്രൂ ടൈറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഈ ലോക്ക് പ്രസ് ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നോർമൽ അപ്പോൾ ഫിക്സ് ചെയ്ത് ഇപ്പോൾ നമുക്ക് കൂടുതൽ ടൈറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അടുത്ത് റിവേഴ്സും കൂടെ കാണിക്കാം. റിവേഴ്സിന് ഇവിടെ പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞ് തിരിച്ചും ഇളകി വന്നിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. നമുക്ക് സ്ക്രൂ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് വീട്ടിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രില്ലർ തന്നെയാണ്. അത് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് നമ്മൾ ബോഷ് അവതരിപ്പിച്ചിരിക്കുന്ന GSB 10RE പ്രൊഫഷണൽ എന്ന് പറയുന്ന ഡ്രില്ലർ. അപ്പോൾ ടൂൾ കിറ്റിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഷെയറും കമൻസും ലൈക്കും ഒക്കെയാണ്. അപ്പോൾ ഒന്ന് ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണും കൂടെ അമർത്തി ഞങ്ങളത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ട് എത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.